ഹായ് ഓൾ വെൽക്കം ടു എക്സാം വൈ ലേണിംഗ് ക്ലാസ് 7. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻറ്റ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ക്ലാസ് 7 ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് 7 ഉള്ള പഠിക്കുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മേജർലി നമ്മൾ കവർ ചെയ്യുന്നത് രണ്ട് ടോപ്പിക്സ് ആണ്. ഒന്ന് റാഷണൽ നമ്പേഴ്സ്, രണ്ട് മണി എന്ന് പറയുമ്പോൾ ലൈക്ക് കൺവേർഷൻസ് എങ്ങനെയാണ്, റുപ്പി ടു പൈസ കൺവേർഷൻസ് ഒക്കെ എങ്ങനെയൊക്കെയാണ്, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ലൈക്ക് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ലൈക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The units digit of product of the first 100 even natural numbers എന്നുള്ളതാണ് ചോദ്യം. അതായത് ഫസ്റ്റ് 100 ഈവൻ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലൈക്ക് 1 അല്ലേ, 0 ഉണ്ടാവില്ല. 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1 2 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ്, കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 100 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക, 2 4 6 8 10 12 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഫസ്റ്റ് 100 ആയതുകൊണ്ട് അപ് ടു 200 വരെ ഉണ്ടാകും. സോ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്, ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്, പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും യൂണിറ്റ് ഡിജിറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ ലൈക്ക് നമ്മൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ലൈക്ക് അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണല്ലേ. സോ ലൈക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. നമുക്ക് ഇവിടെ ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ഉണ്ട്. അതായത് എന്താണ്, യൂണിറ്റ് ഡിജിറ്റ് ആണ്. യൂണിറ്റ് ഡിജിറ്റ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റിന് കാണേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വഴി ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 into 4 അല്ലേ, എങ്ങനെയാണ് എഴുതേണ്ടത്, 2 into 4 into 6 into 8 into 10 into 12 into 14 ഇങ്ങനെയാണ് ആ സീരീസ് പോകുന്നത്. സോ ഞാൻ ഇവിടെ നോക്കുക, 2 into 4 എത്രയാണ്, 8 ആണ് അല്ലേ. 8 into 6 എത്രയാണ്, 48 ആണ്. 48 ആണ്. ഇനി എന്താണ് അടുത്ത ചെയ്യേണ്ടത്, ഈ 48 ഉണ്ട്, ലൈക്ക് 48 into 8 ചെയ്യണം. എനിക്ക് യൂണിറ്റ് ഡിജിറ്റ് കണ്ടാൽ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ 48 കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട. അതായത് ഞാൻ ഈ 4നെ മാറ്റി നിർത്തിയിട്ട് 8 കൊണ്ട് കിട്ടിയ ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എങ്ങനെയാണ് വരിക, 8 into 8 into 8 വിച്ച് ഈസ് 64 ആണ് അല്ലേ. 64 അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി, 64 മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. 64 മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. 6 ക്യാൻസൽ ചെയ്തിട്ട് 4 മാത്രം എടുത്താൽ മതി. 4 എന്നിട്ട് അടുത്ത നമ്പർ എന്താണ്, 4 into 10 അല്ലേ. 4 into 10 എത്രയാണ്, അത് 40 ആണ് വരിക. 40ൽ 40 എടുക്കേണ്ട ആവശ്യമുണ്ടോ, 4 മാത്രം എടുത്താൽ മതി. 4 മാത്രം എടുത്തിട്ട് ബാക്കി എന്താ വരിക, 0 ആണ്. ഇൻറ്റു 12 അല്ലേ വരേണ്ടത്. സോ ലൈക്ക് ഈ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ആൻസർ വരുന്നത്, 0 അല്ലേ. ഇനി എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് എത്ര നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് തന്നെയായിരിക്കും, 0 ആയിരിക്കും. 0 into 14 എന്താ, വീണ്ടും 0 ആണ്. ഇൻറ്റു 16 എന്താണ്, വീണ്ടും 0 ആണ്. സോ എന്താണ്, നമുക്ക് അവിടുന്ന് ആൻസർ കിട്ടും. ലൈക്ക് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കും എന്നുള്ളത്. സോ യൂണിറ്റ് ഡിജിറ്റ് കാണേണ്ട ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സമയത്ത് യൂണിറ്റ് ഡിജിറ്റ് മാത്രം, കിട്ടുന്ന ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതന്നെ ആയിരിക്കും ഫൈനൽ ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ ഇത് ബേസ് ചെയ്തുള്ള കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ നമ്പർ, വീണ്ടും അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. 763 റേസ് ടു 84ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് 763 റേസ് ടു 84 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 763 റേസ് ടു 84 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 763 ഇൻറ്റു 763 ഇൻറ്റു 763 അപ് ടു എത്രയാണ്, 84 ടൈംസ് ആണ് അല്ലേ. 84 ടൈംസിനെയാണ് 763 റേസ് ടു 84 എന്ന് പറയുന്നത്. എന്താണ് യൂണിറ്റ് പ്ലേസ് ആണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത് അല്ലേ. യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് തന്നെയല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ മുഴുവൻ 763 ഇൻറ്റു 763 ചെയ്യണോ യൂണിറ്റ് ഡിജിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ, വേണ്ട. ഞാൻ എന്ത് മാത്രം കണ്ടാൽ മതി, ഈ 76 എനിക്ക് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രം കണ്ടാൽ മതി. അതായത് ഇതിനെനിക്ക് 76 ഒഴിവാക്കാം. അവസാനത്തെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുത്തിട്ട് കണ്ടിട്ട് അതിൻ്റെ എന്താണോ ഫൈനൽ ആൻസർ വരുന്നത് അതായിരിക്കും കിട്ടുന്ന ഈ ഒരു പ്രൊഡക്റ്റ് 763 റേസ് ടു 84ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്നുള്ളത്. സോ ലൈക്ക് അതെന്ത് ചെയ്താൽ മതി, എനിക്ക് ഈ 763 റേസ് ടു 84ൻ്റെ യൂണിറ്റ് ഡിജിറ്റും 3 റേസ് ടു 84ൻ്റെ യൂണിറ്റ് ഡിജിറ്റും സെയിം ആയിരിക്കും വരിക. സോ എന്താണ് 3 റേസ് ടു 84ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെ കാണാൻ പറ്റുക, ഞാൻ അതിന് ഒരു രീതിയിൽ ചെയ്യാം. അതായത് 3 റേസ് ടു 1 എന്താണ്, 3 ആണല്ലേ. 3 സ്ക്വയർ എന്താണ്, സോറി 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 3 ആണ്, വിച്ച് ഈസ് 9. 3 ക്യൂബ് എന്താണ്, 3 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ് അല്ലേ. 3 ഇൻറ്റു 3 ഇൻറ്റു 3 എത്രയാണ്, 27 ആണ്. 3 റേസ് ടു 4 എന്താണ്, 3 റേസ് ടു 4 എന്ന് പറയുന്നത് 81 ആണ്. 3 റേസ് ടു 5 എന്ന് പറയുന്നത് 243 ആണ്. സോ ഇങ്ങനെയാണ് ആ പാറ്റേൺ പോകുന്നത്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് 3 ഉണ്ട്, 9,
27, 81, 243. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഇത് തന്നിട്ടുള്ള ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. ഫസ്റ്റ് 3 ആണ്, അത് 3 പവർ 1. 3 സ്ക്വയറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. 3 ക്യൂബിൻ്റെത് 7 ആണ്. 3 റേസ് ടു 4ൻ്റെ എന്താണ് 1 ആണ് അല്ലേ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. 3 റേസ് ടു 5 വരുന്ന സമയത്ത് വീണ്ടും 3 വന്നു അല്ലേ. 3 റേസ് ടു 5 വരുന്ന സമയത്ത് 3 വന്നു. ഞാൻ അതിവിടെ റേസ് ചെയ്തേക്കാം. സോ സോ 3 പവർ 1 വന്ന സമയത്ത് 3 വന്നു. 3 പവർ 1 ആകുന്ന സമയത്ത് യൂണിറ്റ് ഡിജിറ്റ് എന്താണ് 3 ആണ്. 3 സ്ക്വയറിൻ്റെ ടൈമിൽ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. 3 ക്യൂബ് ആകുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്. 3 പവർ 4 ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. 3 പവർ 5 ആണ് എന്നുണ്ടെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 3 ആണ്. 3 പവർ 6 ആവുന്ന സമയത്ത് എന്തായിരിക്കും യൂണിറ്റ് ഡിജിറ്റ്? ഒരു പാറ്റേൺ ഉണ്ട് ഇതിന് ആക്ച്വലി. അതെന്താണ് 9 ആയിരിക്കും. അതായത് 4 കഴിഞ്ഞാൽ 5 വരുന്ന സമയത്ത് എന്താണ് വരുന്നത്? അത് 3 പവർ 1 തന്നെയാണ് വരുന്നത്. 6 വരുന്ന സമയത്ത് എന്താണ് വരുന്നത്? 3 പവർ 2ൻ്റെ യൂണിറ്റ് ഡിജിറ്റും 3 പവർ 6ൻ്റെ യൂണിറ്റ് ഡിജിറ്റും എന്താണ്? സെയിം ആണ്. ഈ 3 പവർ 7 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ അല്ലേ. 3 പവർ 8 ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അതെന്താണ്? ഇതും കണക്ട് ആയിരിക്കും. സോ ഇതാണ് അതിൻ്റെ പാറ്റേൺ. ഈ ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുക. സോ എന്താണ് തന്നിട്ടുള്ളത്? 3 പവർ 84 ആണ് ചോദിച്ചിട്ടുള്ളത്. 3 പവർ 84 ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 3 പവർ 84 എന്ന് പറയുന്നത് ലൈക്ക് ഞാൻ 4ൻ്റെ മൾട്ടിപ്പിൾ, ഓരോ 4ഉം എന്താണ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. അതായത് 3 പവർ 4 ആണെങ്കിൽ ആൻസർ 1 ആണ്. 3 പവർ 8 ആണെങ്കിൽ എന്താണ്? വീണ്ടും ആൻസർ 1 ആണ് അല്ലേ. 3 പവർ 12 ആണെങ്കിൽ ആൻസർ 1 ആണ്. 3 പവർ 16 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. സോ ലൈക്ക് 3 പവർ 80 ലൈക്ക് 84 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. ചെയ്ത് നോക്കുക. 84 ഡിവൈഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ ഉണ്ടായിരിക്കില്ല. സോ എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ലൈക്ക് 3 പവർ 84 വരുന്ന സമയത്തും റിമൈൻഡർ എന്തായിരിക്കും? റിമൈൻഡർ അല്ല, യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 1 ആണ് വരുന്നത്. സോ ലൈക്ക് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓരോ 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെയും 3 പവർ ആ 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്, അതായത് 3 പവർ 4k. ഈ കേക്ക് പകരം നിങ്ങൾ 1 2 3 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും ആൻസർ വരിക. സോ ഇവിടെ നമുക്ക് ഏത് മാർക്ക് ചെയ്യാൻ പറ്റും? എ എന്ന് പറയുന്ന ഓപ്ഷൻ മാർക്ക് ചെയ്യാം. അല്ലാതെ നമ്മളിത് മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? തന്നിട്ടുള്ള യൂണിറ്റ് ഡിജിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിട്ടുള്ള നമ്പർ എടുക്കും. എത്ര വലിയ നമ്പർ ആണെങ്കിലും ഇപ്പോൾ ലൈക്ക് ഇങ്ങനത്തെ ഒരു നമ്പറാണ് തരുന്നതെങ്കിൽ 57412 റേസ് ടു സംതിങ് ലൈക്ക് 103. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പർ ഇരുന്ന് മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ലൈക്ക് ഈ 3 മാത്രം 3 യൂണിറ്റ് ഡിജിറ്റ് എന്താണോ അത് തന്നെയായിരിക്കും ഈ മൊത്തം നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റും വരിക. സോ അതിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് 3 പവർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ എന്താണ്? 4ന് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ നമ്മൾ നോക്കണം. 5 ആണെങ്കിൽ 5ന് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ നമ്മൾ നോക്കണം. 6 ആണെങ്കിൽ 6ന് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ നോക്കണം. 6 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 6 ക്യൂബ് 6 പവർ 4 6 പവർ 5 ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ നോക്കണം. ആ പാറ്റേൺ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ഓക്കെ അല്ലേ. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്തൊരു പ്രോബ്ലം നോക്കാം നമുക്ക്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 152 റേസ് ടു 151 ഇൻറ്റു 153 റേസ് ടു 154 ഇൻറ്റു 154 റേസ് ടു 156 എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം ആയിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സോ ലൈക്ക് നമുക്കറിയാം, നമ്മൾ കണ്ടതാണ് ലൈക്ക് എങ്ങനെയാണ് ഇത്ര വലിയ നമ്പറൊക്കെ തരുന്നതെങ്കിൽ നമ്മൾ മുഴുവൻ നമ്പർ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ ലൈക്ക് നമ്മൾ എപ്പോഴും എന്താണ് ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ടിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലൈക്ക് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഇപ്പോൾ 152 റേസ് ടു 151ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 റേസ് ടു, അതായത് അതിൻ്റെ യൂണിറ്റ് പ്ലേസ്, ആ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസ് റേസ് ടു ആ സെയിം നമ്പറിൻ്റെ എന്താണോ വരുന്നത് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റും സെയിം ആയിരിക്കും എന്നുള്ളത്. അതായത് 152 റേസ് ടു 151ൻ്റെയും 2 റേസ് ടു 151ൻ്റെയും സെയിം ആയിരിക്കും. 153 റേസ് ടു 154ൻ്റെയും 153യുടെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്? 3 ആണ്. 3 റേസ് ടു 154ൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് സെയിം ആയിരിക്കും. 154 റേസ് ടു 156ൻ്റെയും 4 റേസ് ടു 156ൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ സോ ലൈക്ക് ആ ഒരു സെയിം കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 2 റേസ് ടു 151 ഇൻറ്റു 3 റേസ് ടു 154 ഇൻറ്റു 4 റേസ് ടു 156. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ 2 റേസ് ടു 151 എങ്ങനെയാണ് പാറ്റേൺ പോകുന്നത് നോക്കാം. 2 പവർ 1 2 ആണ്. 2 സ്ക്വയർ 4 ആണ്. 2 ക്യൂബ് 8 ആണ്. 2 പവർ 4 ലൈക്ക് 16 ആണ്. 2 പവർ 5 32 ആണ്. 2 പവർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64. 2 പവർ 7 വിച്ച് ഇസ് 128 ആൻഡ് 2 പവർ 8 ഇസ് ഈക്വൽ ടു 156. ഞാൻ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ്സ് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ 2486 അല്ലേ. പിന്നെ യൂണിറ്റ് ഡിജിറ്റ് എന്താ വരുന്നത്? 2486. ലൈക്ക് ഓരോ 4 കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇവിടെ അത് ഇറേസ് ചെയ്യാം. സോ ഇതാണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് അല്ലേ. യൂണിറ്റ് ഡിജിറ്റ് വരുന്നുണ്ട്.
അതായത് 2 പവർ 1 ആണെന്നുണ്ടെങ്കിൽ ഈ 2 പവർ 1 ആണെന്നുണ്ടെങ്കിൽ 2 ആണ്, 2 പവർ 2 ആണെന്നുണ്ടെങ്കിൽ 4 ആണ്, 3 ആണെങ്കിൽ 8 ആണ്, 4 ആണെങ്കിൽ 6 ആണ്, 5 ആണെങ്കിൽ വീണ്ടും 2ലോട്ട് തന്നെ പോയി അല്ലേ. 6 ആണ് എങ്കിൽ വീണ്ടും 2 ലൈക്ക് 4 ആയി, ലൈക്ക് സോറി 6 ആണെങ്കിൽ വീണ്ടും എന്തായിട്ടുണ്ട് 4ലോട്ട് പോയിട്ടുണ്ട്, ഇതിലോട്ട് മാച്ച് ആയിട്ടുണ്ട്. ലൈക്ക് 7 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 8 ആണ്, 3യും സെയിം ആണ്, 4 ലൈക്ക് 8 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 4ലോട്ട് പോയിട്ടുണ്ട്. അതായത് 1 ഓരോ 4 കഴിയുമ്പോഴും എന്താണ് ആക്ച്വലി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. 1 2 3 4. അപ്പോൾ നമുക്ക് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെ മാർക്ക് ചെയ്യാം, ഇത്ര മതി അല്ലേ, ഇത്ര മതി നമുക്ക്. ഇതാണായിരുന്നു 1 2 3 4 കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 4 8 6 ആയിരിക്കും റെസ്പെക്റ്റീവ്ലി. ആൻഡ് ആഫ്റ്റർ 5 ആണെങ്കിൽ എന്ത് ചെയ്യും, പിന്നീട് ഇതിലോട്ട് പോകും, 2 ആവും. 6 ആണെങ്കിൽ 4 ആവും, 7 ആണെങ്കിൽ 8 ആവും, ആൻഡ് ലൈക്ക് 8 ആണെങ്കിൽ 6 ആവും. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. സോ ലൈക്ക് നമ്മൾ നേരത്തെ 3യുടെ കണ്ടത് തന്നെ സിമിലർ ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ്. സിമിലർ പാറ്റേൺ അല്ല, ലൈക്ക് നമ്പേഴ്സ് സെയിം അല്ല, പക്ഷേ നമ്മൾ സിമിലർ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓരോ 3യുടെ കേസിലും എന്തായിരുന്നു, ഓരോ 4 കഴിയുമ്പോഴായിരുന്നു റിപ്പീറ്റ് ചെയ്തിരുന്നത്. സോ ഇവിടെയും ഓരോ 4 കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ എന്താണ് വരിക, ഇപ്പം 2 പവർ 151 ആണ്. അപ്പോൾ 4 കഴിഞ്ഞിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് 151, 2 പവർ 151 അല്ലേ ഉള്ളത്. അപ്പോൾ 151ൻ്റെ തൊട്ട് താഴെയുള്ള 4 കൊണ്ട് മൾട്ടിപ്പിൾ ആവുന്ന നമ്പർ ഏതാണ്, 2 പവർ 148 അല്ലേ. അങ്ങനെയാണെങ്കിൽ 2 പവർ 148 ആയിരുന്നെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്പിൾ ആവുന്നല്ലേ, 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 6 ആയേനെ യൂണിറ്റ് ഡിജിറ്റ്. പക്ഷേ 2 പവർ 148 ആണോ, 2 പവർ 149 ആണ്. 2 പവർ 149 ആയി കഴിഞ്ഞാൽ പിന്നെ 6 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാ വരിക, 2 ആണ് വരിക. 2 പവർ 150 ആയിരുന്നെങ്കിൽ അത് 4 ആണ് വരിക യൂണിറ്റ് ഡിജിറ്റ്. 2 പവർ 151 ആയിരുന്നെങ്കിൽ 2 പവർ 151 ആണെങ്കിൽ എന്താണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്, 8 ആണ് വരുന്നത്. വിച്ച് മീൻസ് ലൈക്ക് ഈ 2 പവർ 151ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്, 8 ആണ് വരുന്നത്. ഓക്കെ അല്ലേ. 3 പവർ 154ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും വരിക, നമ്മൾ 3യുടേത് നേരത്തെ തന്നെ കണ്ടതാണ്, എന്താണ് 3971 എന്ന് പറയുന്ന പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. 3971 എന്നാണ് ഫോളോ ചെയ്യുന്നത്. 1 ആണ് പവർ എന്നുണ്ടെങ്കിൽ 3 വരും, 2 ആണ് പവർ എന്നുണ്ടെങ്കിൽ 9 വരും, 3 ആണ് പവർ എന്നുണ്ടെങ്കിൽ 7 വരും, 4 ആണ് പവർ എന്നുണ്ടെങ്കിൽ 1 വരും. 4ഓ 4ൻ്റെ മൾട്ടിപ്പിളോ, 3ഓ 3ൻ്റെ മൾട്ടിപ്പിളോ, 2ഓ 2ൻ്റെ മൾട്ടിപ്പിളോ, 1ഓ 1ൻ്റെ ലൈക്ക് അല്ലേ, 1 മൾട്ടിപ്പിൾ അല്ല, ലൈക്ക് സോ ലൈക്ക് 2 പവർ 1, 2 പവർ 2, 3 പവർ 1, 3 പവർ 2, 3 പവർ 3, 3 പവർ 4. അപ്പോൾ ലൈക്ക് ഇവിടെ എത്ര തന്നിട്ടുള്ളത്, 3 പവർ 154 ആണ്. വീണ്ടും 4 പാറ്റേൺസ്, ലൈക്ക് 4 നമ്പേഴ്സ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പാറ്റേൺ റിപ്പീറ്റ് ആവുന്നത്. സോ ലൈക്ക് നമ്മൾ 154ൻ്റെ തൊട്ട് താഴെയുള്ള 4 കൊണ്ട് ഡിവിസിബിൾ ആയുള്ള നമ്പർ ഏതാ, 3 പവർ 152 ആണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 3 പവർ 152 കറക്റ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. സോ 3 പവർ 152 ആണ് നമ്പർ ആയിരുന്നെങ്കിൽ എന്താണ് വരേണ്ടത്, 3 പവർ 152 ആണെന്നുണ്ടെങ്കിൽ 1 വരും. 3 പവർ 153 ആയിരുന്നെങ്കിൽ എത്രയായിരുന്നു യൂണിറ്റ് ഡിജിറ്റ് വരേണ്ടത്, 1 കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെയല്ലേ പോകുന്ന പാറ്റേൺ, 3971 അല്ലേ. 1 കഴിഞ്ഞാൽ പിന്നെ 3 വരിക. സോ ലൈക്ക് 3 ആയത്. 3 പവർ 154 ആണ് നമ്മളുടെ കാണേണ്ടത്. അപ്പോൾ 3 കഴിഞ്ഞാൽ പിന്നെ ഏതാണ്, 9 ആണ് വരുന്നത്. സോ ലൈക്ക് എന്താണ്, 3 പവർ 154ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. ഇനി അടുത്ത എന്താണ്, 4 പവർ 156 ആണ് ചോദിച്ചിട്ടുള്ളത്. 4ൻ്റെ പാറ്റേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. 4 പവർ 1 എന്താണ്, 4 ആണ്. 4 സ്ക്വയർ എന്താണ്, 16 ആണ്. 4 ക്യൂബ് എന്താണ്, 64 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 എണ്ണത്തിൻ്റെ ആവശ്യമില്ല, അതിന് മുമ്പ് തന്നെ പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നത്. 4 6 4 6 അങ്ങനെയാണ് ഈ പാറ്റേൺ പോകുന്നത്. നിങ്ങൾ 4 ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ ഡിജിറ്റ് 6 ആയിരിക്കും വരിക. സോ ഇവിടുത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 4 6 4 6 എന്നുള്ളതാണ്. അതായത് സിംഗിൾ യൂണിറ്റ് എത്രയാണ്, എത്ര കഴിഞ്ഞാൽ 2 എണ്ണം കഴിഞ്ഞാലാണ് ഇവിടെ റിപ്പീറ്റ് ആവുന്നത്, വിച്ച് ഈസ് 4 6 അല്ലേ. 4 6 എന്നുള്ളതാണ് പാറ്റേൺ വരുന്നത്. അപ്പോൾ ഓരോ 2 എണ്ണം കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് 4 6 4 6 എന്ന് പറയുന്ന പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് 150 ഇവിടെ നേരത്തെ 4 എണ്ണം കഴിയുമ്പോഴായിരുന്നു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ലൈക്ക് അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ലൈക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഇവിടെ എന്താണ് 2ൻ്റെ മൾട്ടിപ്പിൾസിലാണ് റിപ്പീറ്റ് ആവുന്നത്. സോ ലൈക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 154 raised to 156 which is 4 raised to 156 ആണ്. 4 raised to 156 ഈ പവർ നോക്കുക, 156 അല്ലേ. 4 പവർ 1 ആണെന്നുണ്ടെങ്കിൽ 4 ആയേനെ, 4 പവർ 2 ആണെങ്കിൽ 6 ആവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 156 എന്താ, 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. സോ അതെന്താണ്, 4 പവർ 156ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. സോ ലൈക്ക് 1 ആണ് പവർ എന്നുണ്ടെങ്കിൽ 4 ആണ്, 2 ആണ് പവർ എന്നുണ്ടെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് പവർ എന്നുണ്ടെങ്കിൽ 6 ആണ്. 156 എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇവിടെ എന്താണ് ആൻസർ വരിക, 6 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരേണ്ടത്. സോ നമുക്ക് 3 എണ്ണത്തിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇറേസ് ചെയ്യാം. ലൈക്ക് 3 എണ്ണത്തിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 6 കിട്ടിയിട്ടുണ്ട്. സോ ലൈക്ക് 8 × 9 × 6 എന്നാണ്. ബാക്കി ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ വരുന്നത് നോക്കിയാൽ മതി. 8 × 9ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ, 72 ആണ്. 72 ആണ് 8 × 9. പക്ഷെ നമ്മൾ മുഴുവൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. 7 എടുക്കേണ്ട ആവശ്യമില്ല, 2 മാത്രം എടുത്താൽ മതി.
2 ഇൻറ്റു 6 2 ഇൻറ്റു 6 എന്താണ് 12 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എന്താ വരിക 2 ആണ് ആൻസർ വരുന്നത്. സോ ലൈക്ക് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി, യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ എത്ര വലിയ നമ്പർ കിട്ടിക്കോട്ടെ അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് എടുത്താൽ മതി. ഓക്കെയാണ്. സോ ലൈക്ക് ഇതാണ് ആൻസർ വരുന്നത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് a-1/a എന്നുള്ളതാണ്. ഒന്നുകൂടെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. a-1/a മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കാണാം? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം അല്ലേ? ആ നമ്പർ ഇപ്പോൾ തന്നുള്ള നമ്പർ 5 ആണെങ്കിൽ 5ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്രയാണ്? 1/5. കാരണം എന്താണ് 5 ഇൻറ്റു 1/5 ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് 1 വരും. അപ്പോൾ 3 ആണെങ്കിൽ 1/3. കാരണം എന്താണ് 3യും 1/3 ക്യാൻസൽ ചെയ്തിട്ട് 1 കിട്ടണം. സോ ലൈക്ക് ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നിട്ടുള്ള നമ്പറും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരേണ്ടത്? 1 ആണ് ആൻസർ. ഇവിടെ തന്നിട്ടുള്ള നമ്പർ എത്രയാണ്? ഇവിടെ തന്നിട്ടുള്ള നമ്പർ a-1/a ആണ് തന്നിട്ടുള്ള നമ്പർ. ഇൻറ്റു സംതിങ് ചെയ്യുന്ന സമയത്ത് ഒരു നമ്പറും കൂടെ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം? ആൻസർ 1 ആണ് കിട്ടേണ്ടത്. സോ ഈ സംതിങ് അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ a-1/a ആയിരിക്കും. സോ ഞാൻ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ഇവിടെ എങ്ങനെയാണ് ചെയ്യുക? ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a/1 അല്ലേ? സോ എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ a സ്ക്വയർ മൈനസ് 1 അല്ലേ? a ഇൻറ്റു a സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ a ആണ്. ഇത് ഏത് ഫോർമാറ്റിലാണ്? a ഡിവൈഡഡ് ബൈ b/c എന്ന് പറയുന്ന ഫോർമാറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താ വരുന്നുണ്ട്? ac/b ആ വരിക. ഈ c മുകളിലോട്ട് പോകും. സോ ലൈക്ക് സിമിലർ ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരാം? a ഡിവൈഡഡ് ബൈ a സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. 1/a സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ a-നെ a/a സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. സോ ലൈക്ക് ആൻസർ d ആണ് വരുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോകാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടെർമിനേറ്റിംഗ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലൈക്ക് എന്താണ് ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല തരത്തിൽ നമ്പേഴ്സ് ഉണ്ടാവില്ലേ? 3.14 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഉണ്ടാവും. ചില നമ്പേഴ്സ് 3.5 എന്ന് പറയുന്ന നമ്പേഴ്സ് ഉണ്ട്, വിച്ച് ഈസ് 7/2 ആണ്. ചില നമ്പേഴ്സ് എങ്ങനെ വരും? 3 മേ ബി ലൈക്ക് 3 വേണ്ട, ലൈക്ക് 10.111111 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? സോ ലൈക്ക് ഇതെന്താണ്? ഈ നമ്പറിൻ്റെ ഫസ്റ്റ് എഴുതിയ നമ്പറും തേർഡ് എഴുതിയ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? അത് നെവർ എൻഡിങ് ആണ്, നിൽക്കുന്നില്ല അല്ലേ? സെക്കൻഡ് എഴുതിയ നമ്പർ എന്താണ്? കറക്റ്റായിട്ട് ഒരു എൻഡ് ഉണ്ട്. സോ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ടെർമിനേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ, ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക ടെർമിനേറ്റിംഗ് ആണോ? കംപ്ലീറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയിട്ട് വേണോ? ലൈക്ക് നോർമൽ ഡിവിഷൻ ചെയ്ത് നോക്കിയിട്ട് വേണോ കാൽക്കുലേറ്റ് ചെയ്യാൻ? വേണ്ട. സോ അല്ലാതെ തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഡിനോമിനേറ്ററിൽ ഇപ്പോൾ നമ്പർ തന്നാൽ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ആയിരിക്കും. ഡിനോമിനേറ്ററിൽ 2ൻ്റെയോ 5ൻ്റെയോ ലൈക്ക് ഇത് 2, 5 അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ അതിൻ്റെ മാത്രം മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? അത് ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റും. ഇത് 2 or 5 അതാണ് ഡിനോമിനേറ്ററിൽ എന്നുണ്ടെങ്കിൽ, ഡിനോമിനേറ്ററിലാണ് പറയുന്നത്, ന്യൂമറേറ്ററിലല്ല. ഡിനോമിനേറ്ററിൽ അതാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടെർമിനേറ്റിംഗ് എന്ന് പറയാൻ പറ്റും. അല്ലാതെ ഏത് നമ്പർ വന്നാൽ ഇപ്പോൾ 7 വരാം, 3 വരാം അല്ലേ, 17 വരാം, ഏത് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാലും എന്താണ്? അത് നോൺ ടെർമിനേറ്റിംഗ് ആയിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, ലൈക്ക് നമുക്ക് ക്വസ്റ്റിലൂടെ നോക്കാം. 4/7 അവിടെ എന്താണ്? ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 7 ഉണ്ട് അല്ലേ? 7 ഉണ്ട്. അപ്പോൾ എന്തല്ല 2 or 5 ആണോ? അല്ല, 2, 5 വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ടെർമിനേറ്റിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. 2 or 5 2ൻ്റെ മൾട്ടിപ്പിൾ ആവട്ടെ. അപ്പോൾ 2² × 5³ അതൊക്കെ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ ആണ്. അല്ലാത്ത ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആയിട്ട് മാറും. സോ ലൈക്ക് ഇതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്. നെക്സ്റ്റ് നോക്കാം. 3/10 സെക്കൻഡ് എന്താണ്? 3/10 ആണ് ചോദിച്ചിട്ടുള്ളത്. 3/10 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10 എന്ന് പറഞ്ഞാൽ 2 × 5 അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ എന്താണ്? 2 × 5ൻ്റെയും കോമ്പിനേഷൻ മാത്രമല്ലേ വന്നിട്ടുള്ളൂ. സോ ഇതെന്താണ്? എനിക്ക് ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് നോക്കാം. സി എന്താണ് ഓപ്ഷൻ തന്നുള്ളത്? 2/35 ആണ്. 2/35നെ എനിക്ക് എങ്ങനെ എഴുതാം? 2/5 × 7 എന്ന് എഴുതിക്കൂടെ? ഇവിടെ എന്തുണ്ട്? 5 ഉണ്ട്. ഓക്കെയാണ്. 5 വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ 7 വന്നിട്ടുണ്ട്. 7 വന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റും. ഡി എന്താണ്? ഡി ഓപ്ഷൻ എത്രയാണ്? അത് നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഡി ഓപ്ഷൻ എത്രയാണ്? 0.5 ആണ് ആൻസർ. നമുക്ക് അറിയുന്നതാണ്. 1/2 ആണ്. എന്നാലും അങ്ങനെ ചെയ്യാം. 1/2 അല്ലേ? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2ൻ്റെ കോമ്പിനേഷൻ മാത്രമാണ്. 2ൻ്റെ കോമ്പിനേഷൻ മാത്രമേ കഴിഞ്ഞാലും ടെർമിനേറ്റിംഗ്. 1/5 എന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. ഓക്കെ അല്ലേ? സോ ലൈക്ക് 2 or 5 2ൻ്റെയോ 5ൻ്റെയോ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ആയിരിക്കും. അല്ലാത്ത കേസസിൽ ഫുൾ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് ഉള്ളത്. ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ലൈക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കണ്ടെത്തേണ്ടതല്ല. ലൈക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ആൻസർ ചെയ്യാൻ പറ്റും. ഡിനോമിനേറ്റർ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് തന്നിട്ടുള്ളത്? മുകേഷ് ബോട്ട് 3 apples, 5 bananas and 7 custard apple for certain amount which is even എന്ന് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ആപ്പിൾ, ബനാനാസ് ആൻഡ് കസ്റ്റർഡ് ആപ്പിൾ കുഡ് ബി എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. വേറെ എത്രയാണ് പ്രൈസ് ഒന്നും തന്നിട്ടില്ല, വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല.
ഒറ്റ ഡീറ്റെയിൽ ആണ് നമുക്കുള്ളത്. ഫോർ സർട്ടൈൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വിച്ച് ഈസ് ഈവൻ ആണ്. മൊത്തം പേ ചെയ്തിട്ടുള്ള മൊത്തം കൊടുത്തിട്ടുള്ള എമൗണ്ട് എത്രയാണ്? ഈവൻ ആണ്. 3 ആപ്പിൾസ് 5 ബനാനാസ് ആൻഡ് 7 കസ്റ്റാർഡ് ആപ്പിൾസ് ആണ് വാങ്ങിച്ചത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ആപ്പിൾ ബനാന ആൻഡ് കസ്റ്റാർഡ് ക്യാൻ ബി എന്നുള്ളതാണ്, കുഡ് ബി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലൈക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ ഓപ്ഷൻസ് ഒന്നും ലൈക്ക് ഓപ്ഷൻസ് ഒന്ന് ട്രൈ ചെയ്യണം. അതായത് ഇവിടെ തന്നിട്ടുള്ള എന്താ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 5 റുപ്പീസ്, 7 റുപ്പീസ്, 9 റുപ്പീസ് അല്ലേ? റെസ്പെക്റ്റീവ്ലി എന്തിൻ്റെ ആണ്? ആപ്പിൾസ്, ബനാനാസ് ആൻഡ് കസ്റ്റാർഡ് ആപ്പിൾ അല്ലേ? ഇതിൻ്റെ പ്രൈസ് എന്താണ്? 5, 7, 9 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ആപ്പിളിൻ്റെ പ്രൈസ് എത്രയാണ്? 5 ആണ് തന്നിട്ടുണ്ട്. 5 ഇൻറ്റു എത്ര ആപ്പിളാണ് വാങ്ങിച്ചിട്ടുള്ളത്? 3 പ്ലസ് 7 ആണ് ഒരു ആപ്പിൾ ബനാനയുടേത്. 7 ഇൻറ്റു എത്രയാണ്? എത്ര ബനാനാസാണ് വാങ്ങിച്ചിട്ടുള്ളത്? 5 പ്ലസ് 7 9 ഇൻറ്റു 7, അതായത് ഒരു കസ്റ്റാർഡ് ആപ്പിളിൻ്റെ പ്രൈസ് 9 ആണ്, ഇൻറ്റു 7 കസ്റ്റാർഡ് ആപ്പിൾസാണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഒരു ഈവൻ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ പറ്റും. മൊത്തം എമൗണ്ട് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ആ കിട്ടുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഓപ്ഷൻ എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ഇത് ഈവൻ നമ്പറാണ് കിട്ടുക എന്നുള്ളത്. എന്താണ്? 15 പ്ലസ് 35 പ്ലസ് 63 വിച്ച് ഈസ് എത്രയാണ് വരുന്നത്? 63 പ്ലസ് 35 പ്ലസ് 15 എത്ര വരിക? 10, 3, 7, 10, 11 അല്ലേ? 113 ആണ് വരുന്നത് വിച്ച് ഇസ് നോട്ട് ഈവൻ അല്ല അല്ലേ? സോ മൊത്തം ടോട്ടൽ എമൗണ്ട് പേ ചെയ്തത് എന്തല്ല? ഇവിടെ ഈവൻ അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ 5, 7, 9 അല്ല, എ അല്ല എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സിമിലർലി ഓരോ ഓപ്ഷൻസും ട്രൈ ചെയ്യാന്നല്ലാതെ വേറെ മെത്തേഡ്സ് ഇതിലില്ല. സോ 9, 8, 6 ആണ് റെസ്പെക്റ്റീവ്ലി ആപ്പിൾ, ബനാന ആൻഡ് കസ്റ്റാർഡ് ആപ്പിൾസിൻ്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രൈസ് എത്രയായിരിക്കും പേ ചെയ്തിട്ടുണ്ടാവുക? 9 ഇൻറ്റു 3 അല്ലേ? 3 ആപ്പിളാണ് വാങ്ങിച്ചിട്ടുള്ളത്. 8 ഇൻറ്റു എത്ര ആപ്പിൾസാണ് ബനാനാസാണ് വാങ്ങിച്ചിട്ടുള്ളത്? 5 പ്ലസ് 6 ഇൻറ്റു 7 എത്രയാണ് വരിക? 27 പ്ലസ് 40 പ്ലസ് 42 എത്രയാണ് ആൻസർ വരിക? 40 പ്ലസ് 42 പ്ലസ് 27 ആണ്, 9 വരും ആൻഡ് 10. സോ എത്രയാണ്? 109 ആണ് ഇവിടെ ടോട്ടൽ എമൗണ്ട് വരുന്നത് വിച്ച് ഈസ് ആൻ ഓഡ് നമ്പർ അല്ലേ? ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്തല്ല? ആ ഓപ്ഷനും പോസിബിൾ അല്ല. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തെന്താ തന്നുള്ളത്? ലൈക്ക് 2, 4, 5 ആണോ എന്നാണ് ചോദിച്ചത്. 2 റുപ്പീസ് ഫോർ ആപ്പിൾ ആൻഡ് 4 റുപ്പീസ് ഫോർ ബനാനാസ് ആൻഡ് 5 റുപ്പീസ് ഫോർ കസ്റ്റാർഡ് ആപ്പിൾ ആണോ തന്നിട്ടുള്ളത് നോക്കാം. 2 റുപ്പീസ് ആണെങ്കിൽ എത്ര വരിക? 2 ഇൻറ്റു 3 ആപ്പിൾസാണ് വാങ്ങിച്ചിട്ടുള്ളത്. 4 ഇൻറ്റു 5 ബനാനാസാണ് പ്ലസ് 5 ഇൻറ്റു 7 കസ്റ്റാർഡ് ആപ്പിൾസ് ആണ്. സോ എത്രയാണ് വരുന്നത്? 6 പ്ലസ് 20 പ്ലസ് 35. സോ എത്ര വരിക? 35 പ്ലസ് 20 പ്ലസ് 6 11 ആൻഡ് 6 61 അല്ലേ വരുന്നത്? 61 എന്താണ്? വീണ്ടും ഓഡ് നമ്പർ ആണ്. സോ ഈ ഒരു ഓപ്ഷൻ മാർക്ക് ലൈക്ക് തെറ്റാണ്. അതെന്തല്ല? ഈവൻ അല്ല. ടോട്ടൽ പേ ചെയ്ത എമൗണ്ട് ഈവൻ അല്ല. സോ ABC ഓപ്ഷൻസ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. സോ ലൈക്ക് നമുക്ക് ധൈര്യത്തിൽ മാർക്ക് ചെയ്യാവുന്നത് എന്താണ്? ഡി ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ധൈര്യമായിട്ട് മാർക്ക് ചെയ്യാം. സോ ലൈക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. എങ്ങനെയാണ് ചെയ്ത് നോക്കേണ്ടത്? ലൈക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കേണ്ടത്? 9 ഇൻറ്റു 3 പ്ലസ് 5 ഇൻറ്റു 10 പ്ലസ് 7 ഇൻറ്റു 11 ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഈവൻ നമ്പർ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യം തന്നെ. ABCD ഓപ്ഷനിൽ എയും ബിയും സിയും അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഓപ്ഷൻസ് വരിക? ഡി ആണ് വരിക. സോ ലൈക്ക് നൺ ഓഫ് ദീസ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ഈവൻ ലൈക്ക് അങ്ങനെയാണെങ്കിൽ പോലും എന്ത് ചെയ്യാം? ഡി എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സോ അവിടെ എന്താണ് ഇത് ചെയ്ത് നോക്കാം. ലൈക്ക് നിങ്ങൾ ചെയ്തിട്ട് ഇത് വെരിഫൈ ചെയ്യണം. ലൈക്ക് ഞാൻ ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഈവൻ നമ്പർ കിട്ടുകയും ചെയ്യും. സോ ലൈക്ക് ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ റൈറ്റ് ആൻസർ വരും. So next question പോകാം. A number is multiplied by half of itself and then 32 is added to the product. If the final result is 130, then find the original number എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ ഞാൻ ആ നമ്പറിന്റെ പകുതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആദ്യം, എന്നിട്ട് 32 ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടിയത് 130 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണെന്നുള്ളതാണ് പസിൽ കൈൻഡ് ഓഫ് ക്വസ്റ്റൻ അല്ലേ? എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും ക്വസ്റ്റ്യൻസ് അത് ഏതാണ് നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇക്വേഷൻ ആക്കാൻ നോക്കും. എങ്ങനെയാണ് ഇക്വേഷൻ ആക്കുക? ആ നമ്പർ ഉണ്ടല്ലോ, അറിയാത്ത നമ്പർ അല്ലേ, അതിനെ ഞാൻ എന്ത് ചെയ്തു? എക്സ് എന്ന് വിളിക്കുകയാണേ. എനിക്ക് അറിയില്ല, ആ നമ്പറിനെ അറിയില്ല. അപ്പോൾ ഞാൻ അതിനെ എക്സ് എന്ന് വിളിക്കാം. സോ ആ എക്സ് ആണ് നമ്പർ. എന്നിട്ട് എന്താ ചെയ്തത്? ആ നമ്പറിൻ്റെ പകുതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എക്സിൻ്റെ പകുതി എത്രയാണ്? x/2. അപ്പോൾ എക്സിനെ ഞാൻ x/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ആൻഡ് ദെൻ 32 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന, അതായത് x ഇൻറ്റു x/2 എന്ത് ചെയ്തു? 32 ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ റിസൾട്ടൻ്റ് എനിക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 130 ആണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. സോ x ഇൻറ്റു x/2 എത്രയാണ്? x²/2 ഈസ് ഈക്വൽ ടു 30 x²/2 പ്ലസ് 32 വിൽ ബി ഈക്വൽ ടു 130 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇവിടെ പ്ലസ് 32 അല്ലേ, ഞാൻ ഈ സൈഡിലോട്ട് RHSലോട്ട് പോകുന്ന സമയത്ത് എന്താവും? അത് -32 ആവും അല്ലേ? സോ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x² by 2 is equal to 130 minus 30/2.
32 ലൈക്ക് വിച്ച് ഇസ് LHS പ്ലസ് 32 ആയിരുന്നു. സോ ലൈക്ക് അത് RHS പോകുന്ന സമയത്ത് -32 ആവും. സോ അത് എത്രയാണ് വരുന്നത്? 98 ആണ് വരുന്നത്. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. സോ x²/2 = 98 ആണ്. സോ x²/2 98 ആണ്. ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഡിവൈഡഡ് ബൈ 2 ആണുള്ളത്. അത് RHSലോട്ട് പോകുന്ന സമയത്ത് എന്താവും? മൾട്ടിപ്ലൈഡ് ബൈ 2 ആവും. സോ x² വിൽ ബി ഈക്വൽ ടു എന്താണ് വരിക? 98 × 2 എന്ന് പറയാം. x² വിൽ ബി ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 196 ആണ് വരുന്നത്. x² 196 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു നമ്പറിന് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? 196 ആണ്. നമുക്ക് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് അല്ല നമ്പർ. സോ ലൈക്ക് ആ നമ്പർ എത്ര വരിക? ഈ ഓപ്ഷൻസ് നോക്കിയാൽ മതി നിങ്ങൾ. ഒരു പെർട്ടിക്കുലർ നമ്പറിന് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 196 വരുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ നമ്പർ എത്രയാണ്? 14 ആണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ആയിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. 14 × 14 ചെയ്യുന്ന സമയത്ത് എത്ര വരും? 14 × 14 ചെയ്യുന്ന സമയത്ത് 6 1 5 1 4 1 6 9 1. സോ എന്ത് ചെയ്യുന്നുണ്ട്? 196 കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാം. സോ അടുത്തൊരു പ്രോബ്ലം നോക്കാം നമുക്ക്. കൺവേർട്ട് 800 പൈസ ആയിട്ട് റുപ്പീസ് ആണ് ചോദിച്ചത് അല്ലേ? പൈസയിൽ നിന്ന് റുപ്പീസിലോട്ട് മാറ്റാനുള്ള കൺവേർഷൻസാണ്. സോ ലൈക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് അറിയേണ്ട കാര്യം എന്താണ്? റുപ്പി ടു പൈസ കൺവേർഷൻ എന്ന് അറിയണം. സോ ലൈക്ക് എന്താണ്? 1 റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു 100 പൈസയാണ്. ഓക്കെ അല്ലേ? 1 റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പൈസയാണ്. എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഇത്തരം ക്വസ്റ്റ്യൻസിലൊക്കെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? 1 റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പൈസയാണ്. സോ ലൈക്ക് 800 പൈസയുണ്ട് അല്ലേ? സോ ഇതെനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? 100 പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 1 റുപ്പി. ഞാൻ നേരെ തിരിച്ച് എഴുതി. ഇവിടെ 1 റുപ്പി എന്ന് പറഞ്ഞാൽ 100 പൈസയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 100 പൈസ എന്ന് പറഞ്ഞാൽ 1 റുപ്പി അല്ലേ? ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? 800 പൈസ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എനിക്ക് എത്രയുള്ളത്? 100 പൈസയുള്ളത്. ഇതിന് ഞാൻ 800 പൈസയൊക്കെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈഡ് ബൈ 8 ചെയ്താൽ പോലെ. അങ്ങനെയാണ് ഇവിടെ മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ LHS മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ സെയിം സംഖ്യ കൊണ്ട് എന്ത് ചെയ്യണം? RHS മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഈക്വൽ ആയിട്ടുള്ളൂ, ഈക്വൽ ബാലൻസ് ആവുള്ളൂ അല്ലേ? സോ എന്താണ് വരിക? 100 × 8 എത്രയാണ്? 800 പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നത്? 8. 1 × 8 എത്രയാണ്? 8 റുപ്പി. ഓക്കെ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു കൺവേർഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ആണ്. 800 പൈസ എത്രയായിരിക്കും? 8 റുപ്പിയാണ്. സോ എപ്പോഴും മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്താ? അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എഴുതി വെക്കാൻ മതി. 1 റുപ്പി എന്ന് പറഞ്ഞാൽ 100 പൈസയാണ്. എന്നിട്ട് എങ്ങോട്ടാണോ മാറ്റേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തെടുത്താൽ മതി. സോ എന്താണ് ആൻസർ വരുന്നത്? 8 റുപ്പി. സോ ആൻസർ ഡി ആണ് വരുന്നത് അല്ലേ? സോ നെക്സ്റ്റ് നോക്കാം. ആഡ് ₹8 and 470 പൈസ. എക്സ്പ്രസ് ദ ആൻസർ ഇൻ പൈസ. സോ ഓക്കെ, എന്താണ് ചോദിച്ചിട്ടുള്ളത്? റുപ്പി ഉണ്ട്, 8 റുപ്പീസ് പ്ലസ് 470 പൈസ. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് റുപ്പീസാ, യൂണിറ്റ് നോക്കണം അല്ലേ? ഒന്ന് റുപ്പീസ് ആണ്. എന്താണ്? പൈസയാണ്. നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്ന സബ്ട്രാക്ട് ചെയ്യുന്നൊക്കെ സമയത്ത് എന്താണ്? രണ്ടും സെയിം ആണെന്ന് ഉറപ്പിക്കണം. ഒന്ന് പൈസയാണെങ്കിൽ മറ്റേ പൈസ ആയിരിക്കണം. ഒന്ന് റുപ്പി ആണെങ്കിൽ മറ്റേ റുപ്പി ആയിരിക്കണം. ഓക്കെ അല്ലേ? അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൈക്ക് മിസ്റ്റേക്സ് വരുത്താൻ നല്ല പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. സോ എന്താണ്? എല്ലായിടത്തും റുപ്പി 8 ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് എന്താണ്? 470 പൈസയാണ്. 470 പൈസ ആക്കരുത്. അതിന് റുപ്പിയിലോട്ട് ആദ്യം മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി ഇപ്പുറത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ 470 പൈസ അങ്ങനെ തന്നെ വെക്കുക. റുപ്പീനെ പൈസ ആക്കിയാൽ മതി. അപ്പോൾ ലൈക്ക് എന്ത് ചെയ്യണം? എപ്പോഴും യൂണിറ്റ്സ് സെയിം ആയിരിക്കണം. അവിടെ പൈസ ആണെങ്കിൽ ഇവിടെ പൈസ ആയിരിക്കണം, ഇവിടെ റുപ്പി ആയിരിക്കണമെങ്കിൽ അവിടെ റുപ്പി ആയിരിക്കണം. അതാണ് കോൺസെപ്റ്റ്. സോ എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമുക്ക് ഫൈനൽ ആൻസർ വേണ്ടത് പൈസയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പൈസയാണ് തന്നിട്ടുള്ളത്, 470 പൈസ. അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. ഇവിടെ റുപ്പി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ പൈസയായിട്ട് മാറ്റുകയാണ്. ലൈക്ക് 1 റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് 100 പൈസ. സോ ഇവിടെ എത്ര ചോദിച്ചത്? റുപ്പി 8 റുപ്പീസാ. 8 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഇവിടെ ഇൻറ്റു 8 ചെയ്താൽ പോരെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻറ്റു 8 ചെയ്യണം. സോ 100 × 8 പൈസ വിച്ച് ഈസ് 800 പൈസയാണ്. എന്നിട്ട് വേണം ആഡ് ചെയ്യാൻ. അതായത് 800 പൈസ പ്ലസ് 470 പൈസ. അതല്ലേ ക്വസ്റ്റ്യൻ? എത്ര വരിക? 07078412270 പൈസ, 1270 പൈസ എന്നുള്ളതാണ്. സോ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് റുപ്പിയിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓപ്ഷൻസിനല്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു കൺവേർഷൻ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എത്രയാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ എത്രയാണ് വരുന്നത്? എപ്പോഴും എന്ത് ചെയ്യണം? യൂണിറ്റ്സ് ശ്രദ്ധിക്കണം. എത്രയാണ്? ഒന്ന് പൈസ ആണെങ്കിൽ മറ്റേത് പൈസയെ തന്നെ ആക്കണം. എന്നിട്ട് നിങ്ങൾ ഫൈനൽ ആൻസർ എങ്ങോട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റിയാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. ഹൗ മെനി പെൻ ക്യാൻ യു ബൈ ഫോർ RS10 ഇഫ് ഈച്ച് പെൻ കോസ്റ്റ് 100 പൈസ എന്നുള്ള. ഇവിടെ എന്താണ് പ്രശ്നം? ഒരെണ്ണം റുപ്പിയിലാണ് തന്നെ. എനിക്ക് എൻ്റെ അടുത്ത് 10 രൂപ ഉണ്ട്. ഒരു ലൈക്ക് പെന്നിൻ്റെ പ്രൈസ് എത്രയാണ്? 100 പൈസ. അപ്പോൾ ഞാൻ എന്താ 100 പൈസയാണ്. സോ ലൈക്ക് ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ 100 പൈസ അല്ലേ? ഫോർ ഈച്ച് പെന്നിൻ്റെ പ്രൈസ് എത്രയാണ്? ലൈക്ക് 100 പൈസയാണ്. എൻ്റെ കയ്യിലുള്ളത് എത്രയാണ്? 10 റുപ്പീസാണ് എൻ്റെ കയ്യിലുള്ളത്. 10 റുപ്പീസാണ് എൻ്റെ കയ്യിലുള്ളത്.
സോ ഞാൻ ഈ പൈസ ആദ്യം ഞാൻ റുപ്പിയിലോട്ട് മാറ്റുകയാണ്. 100 പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 റുപ്പി അല്ലേ? നമ്മൾ എപ്പോഴും എഴുതുന്നല്ലേ? 1 റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പൈസയാണ്. സോ ഇതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 100 പൈസ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 റുപ്പിയാണ്. സോ ലൈക്ക് എൻ്റെ അടുത്ത് എത്രയാണുള്ളത്? ഒരു പെന്നിൻ്റെ പ്രൈസ് എത്രയാണ്? പ്രൈസ് ഓഫ് 1 പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 റുപ്പി ആണെന്ന് കിട്ടി. 100 പൈസയാണ് വിച്ച് ഈസ് 1 റുപ്പി. സോ എൻ്റെ കയ്യിലുള്ളത് എത്രയാണ്? ടോട്ടൽ 10 റുപ്പീസാണ് ഉള്ളത്. 10 റുപ്പീസാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു പേനയ്ക്ക് 1 രൂപയാണെന്നുണ്ടെങ്കിൽ എത്ര പേന വാങ്ങാൻ പറ്റും? 10 പെൻസ് അല്ലേ എനിക്ക് വാങ്ങാൻ പറ്റുന്നത്. 10 ഡിവൈഡഡ് ബൈ RS 10 ഡിവൈഡഡ് ബൈ RS 1. അതെന്താണ്? ഒരു പെന്നിൻ്റെ പ്രൈസ് ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ഒരു പെന്നിൻ്റെ പ്രൈസ് ചെയ്താൽ മതി വിച്ച് ഈസ് 10. സോ എന്താണ് ആൻസർ കിട്ടുന്നത്? 10 പെൻസ് എന്താകാൻ പറ്റും? എനിക്ക് വാങ്ങാൻ പറ്റും. സോ ആൻസർ സി ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മണി കൺവേർഷൻസ് കണ്ട്. കുറച്ച് റിയൽ നമ്പർ, റാഷണൽ നമ്പേഴ്സും ആൾജിബ്രയും മിക്സ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കണ്ട്. ലൈക്ക് ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം സോഴ്സസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഒരുപാട് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ.